ഇംഗ്ലണ്ട് വിൻഡീസ് ഏകദിന പരമ്പരയ്ക്കും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേണ്ടിയുള്ള ടീം പ്രഖ്യാപനം ഇന്നലെ വന്നതോടെ IPL വേണ്ടിയുള്ള താരങ്ങളുടെ പ്ലെയർ അവൈലബിലിറ്റി കുറേക്കൂടി പ്രശ്നമായി മാറിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് താരങ്ങളോട് മെയ് 26 തിരികെ എത്താൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുമ്പോൾ ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന എല്ലാ ടീമിനും ഇതൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. മെയ് 25 വരെ താരങ്ങൾക്ക് NOC കൊടുത്തായിരുന്നു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇത് കഴിഞ്ഞ് സൗത്ത് ആഫ്രിക്ക ഷെഡ്യൂൾ ചെയ്തത്. ഇത് പ്രകാരം മെയ് 31 ഇംഗ്ലണ്ടിൽ അവരുടെ ടീം റിപ്പോർട്ട് ചെയ്യാനും ജൂൺ 3 മുതൽ സിംബാബ്വേയുമായി പരിശീലന മത്സരം കളിക്കാനുമാണ് സൗത്ത് ആഫ്രിക്ക നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ IPL ഡേറ്റ് ഇപ്പോൾ മാറിയിരിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക അവരുടെ ഒറിജിനൽ പ്ലാൻ മാറ്റില്ല എന്ന് പബ്ലിക്കായി തന്നെ അവരുടെ ഹെഡ് കോച്ച് കോൺറാഡ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ICC ഫൈനൽ നടക്കാൻ പോകുമ്പോൾ അവരെ സംബന്ധിച്ച് ഇത് ശരിയായ തീരുമാനം തന്നെയാണ്. കാരണം രാജ്യത്തിന് തന്നെയാണ് എല്ലാ താരങ്ങളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇതോടെ മുംബൈയിൽ നിന്നും കോർബിൻ ബോസ്, റിയാൻ റിക്കൾട്ടൺ, RCBയിൽ നിന്നും ലുങ്കി എൻഗിഡി, GTയിൽ നിന്നും റബാദ, ഡൽഹിയിൽ നിന്നും ക്രിസ്റ്റൻ സ്റ്റബ്സ്, പഞ്ചാബിൽ നിന്നും മാർക്കോ യാൻസൺ, ലക്നൌവിൽ നിന്നും മാർക്രം, ഹൈദരാബാദിൽ നിന്നും വിയാൻ മുൾഡർ തുടങ്ങി 8 താരങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കളിക്കാൻ മാത്രമേ ഉണ്ടാകൂ. വിൻഡീസ് ഇംഗ്ലണ്ട് ഏകദിന പരമ്പര ഈ മാസം 29 മുതൽ തുടങ്ങാൻ പോകുമ്പോൾ 5 IPL ബൗണ്ട് പ്ലെയേഴ്സാണ് ഇംഗ്ലണ്ട് ടീമിലേക്ക് ആഡായിരിക്കുന്നത്. വിൽ ജാക്സ്, ജോസ് ബട്ട്ലർ, ജേക്കബ് ബദൽ തുടങ്ങി 3 പേരാണ് പ്ലേ ഓഫ് സാധ്യതയുള്ള ടീമിൽ നിന്നുമുള്ളത്. റദർഫോർഡ്, റൊമാരിയോ ഷെപ്പേർഡ് തുടങ്ങി 2 പേരാണ് പ്ലേ ഓഫ് സാധ്യതയുള്ള ടീമുകളിൽ നിന്നും വിൻഡീസിന്റെ സ്ക്വാഡിലേക്ക് വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ട് ടീമിന്റെ ഒഫീഷ്യൽ പറഞ്ഞിരിക്കുന്നത് താരങ്ങൾ എന്ത് ചൂസ് ചെയ്താലും അതിനെ ബോർഡ് സപ്പോർട്ട് ചെയ്യും എന്നാണ്. അതായത് ബേസിക്കലി IPL കളിക്കണോ രാജ്യത്തിന് വേണ്ടി കളിക്കണോ എന്നത് പ്ലേയേഴ്സിന് ചൂസ് ചെയ്യാം. സോ ഇവരുടെ പ്ലേ ഓഫ് അവൈലബിലിറ്റി ഈ താരങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കാൻ പോകുന്നത്. വിൻഡീസ് താരങ്ങൾ നോർമലി കാണുന്നത് പോലെ തന്നെ IPL ചൂസ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. പ്രശ്നം വന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ താരങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ്.